ശ്രീ എ ജയശങ്കർ, ഇപ്പോൾ ഗവർണർക്ക് മാത്രമല്ല സുപ്രീം കോടതിയുടെ കൃത്യമായ നിരീക്ഷണം വരികയാണ്. രാഷ്ട്രപതിയും അഥവാ ബില്ലുകൾ വൈകിപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു, അതിന്റെ ആ റീസൺ സംസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പലരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഒന്നെങ്കിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചായിരുന്നു ഇത് പരിഗണിക്കേണ്ടത്, ആ ഒരു വിമർശനം വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതില് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന് രാഷ്ട്രീയ പ്രശ്നമാണ്, ഒന്ന് ഭരണഘടനാ പ്രശ്നം. രാഷ്ട്രീയ പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഒരു ന്യായം സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് അവര് ഒരു നിയമം പാസ്സാക്കും, ഒരു ബില്ല് പാസ്സാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കും. ഗവർണർ അതിന്റെ പുറത്ത് അടയിരിക്കും. ഇപ്പൊ തമിഴ്നാട് ഗവർണർ ചെയ്ത പോലെ, അല്ലെങ്കിൽ കേരള ഗവർണറായിരുന്ന ആരിഫ് ഖാൻ ചെയ്ത പോലെ വളരെ കാലം ഒരു തീരുമാനം എടുക്കാതെ അതിന്റെ പുറത്ത് പേപ്പർ വെയിറ്റ് കയറ്റി വെക്കും. പിന്നീട് സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് അറിഞ്ഞ ഉടനെ അദ്ദേഹം ഗവർണർ എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ ആ ആള് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതിയുടെ ഓഫീസിൽ പോയി അവിടെ കെട്ടിക്കിടക്കുന്ന പല ഫയലുകളിലും ഒരു ഫയലായിട്ട് മാറും. ഇത് തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യമാണ്. അത്രത്തോളം സുപ്രീം കോടതിയുടെ ഇടപെടലിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി അല്ലാതെ ഈ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന വേറൊരു സംവിധാനവും നമ്മുടെ രാജ്യത്തില്ല. ഒന്നുകിൽ ഗവർണറെ നേരിട്ട് സമീപിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിയെ സമീപിക്കാം, അതും അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. അപ്പൊ ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയെ മാത്രമേ സർക്കാരുകൾക്ക് സമീപിക്കാൻ കഴിയുള്ളൂ, പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക്. ഭരണകക്ഷിയാണെങ്കിൽ അവർക്ക് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു ഈ പ്രശ്നം ശരിയാക്കാം. അപ്പൊ ഇതാണ് അതിൻ്റെ അകത്തെ രാഷ്ട്രീയ പ്രശ്നം. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ അനിവാര്യമായിരുന്നു, പ്രത്യേകിച്ചും ഈ തമിഴ്നാട് ഗവർണറും മറ്റുമൊക്കെ ചെയ്തതിന്റെ സാഹചര്യം. ഇത് ഒരു വസ്തുതയാണ്. അതേ സമയത്ത് ഇതിനകത്ത് മറ്റൊരു വലിയ ഒരു പ്രശ്നമുള്ളത്, രാഷ്ട്രപതിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഗവർണർക്ക് കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രപതിക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ടോ എന്നുള്ള ചെറിയ സംശയം. അങ്ങനെ രാഷ്ട്രപതിയുടെ അധികാരമൊന്നും കർട്ടയിൽ ചെയ്യാനുള്ള അവകാശം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കല്ല, ഒരു കോടതിക്കും ഇല്ല. കാരണം രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി. അത് ഒരു വലിയ പ്രശ്നമാണ്. അത് രണ്ടംഗ ബെഞ്ച് ഇങ്ങനെ ഒരു അമിതാധികാരം ചെയ്ത് ഒരിക്കലും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു അഭിപ്രായം അവർക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടത്. രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടോ എന്നുള്ള ആദ്യം തീരുമാനിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ. മാത്രമല്ല 3 മാസത്തിനകത്ത് രാഷ്ട്രപതി തീരുമാനിച്ചില്ലെങ്കിൽ ആ തീരുമാനം ബില്ല് പാസ്സായതായിട്ട് അനുമാനിക്കും എന്ന രീതിയിലേക്കൊക്കെ തീരുമാനിച്ചത് അമിതാധികാരമാണ്. ഇവിടെ ജനാധിപത്യത്തിന്റെ സ്ഥാനത്ത് ഒരു ജഡ്ജാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന പ്രവണത കുറച്ചാളായിട്ടും ഉണ്ട്. അത് ഈ ദുർബലമായ കേന്ദ്ര സർക്കാരുകളുടെ കാലത്ത് പ്രബലമായിട്ടും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നരസിംഹറാവുവിന്റെ സമയത്ത് ആണ് തുടങ്ങിയത്. പിന്നീട് വാജ്പേയിയുടെയും പിന്നീട് നമ്മുടെ മൻമോഹൻ സിംഗിന്റെയും കാലത്ത് ഈ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാരോ മന്ത്രിമാരോ ഒന്നും അല്ല കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്, ഈ ജഡ്ജിമാരാണ്. അങ്ങനെ ജനാധിപത്യത്തിന് ജഡ്ജാധിപത്യമാക്കി മാറ്റി. ഈ നരേന്ദ്രമോദിയുടെ ഉറച്ച സർക്കാരുകൾ വന്നതിന് ശേഷമാണ് ഇവർ അല്പം ഒന്ന് പത്തി മടക്കിയത്. ഇപ്പൊ വീണ്ടും അത് തല പൊക്കുന്നതിന്റെ ഒരു പ്രവണത കൂടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്.